പ്രിയമുള്ളവരെ, യോസഫ് താൻ പ്രാപിച്ച സ്വപ്നം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അത് തൻ്റെ പരിമിതിക്കകത്ത് ഒരിക്കലും ഒതുങ്ങത്തില്ല. താൻ നോക്കുമ്പോൾ 12 കറ്റകൾ, തൻ്റെ കറ്റ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു. തൻ്റെ പരിമിതിക്കകത്ത്, അതും ഇളയ മകനായ യോസഫിൻ്റെ മാനസിക ചിന്ത വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും നടക്കത്തില്ല, അതിനുള്ള സാധ്യതകളില്ല. ദൈവം എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ഒത്തിരി ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഒരു സാധ്യതയും ഇല്ലാത്തിടത്താണ് ഹല്ലേലൂയ, ഒരു സാധ്യതയും ഇല്ലാത്തയിടത്ത് നിങ്ങൾക്ക് വേണ്ടി ദൈവം സാഹചര്യങ്ങളെ ഉളവാക്കുന്നു. എൻ്റെ ദൈവം സാഹചര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രമായി. സഹോദരന്മാർ ധാന്യത്തിന് വേണ്ടി തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണമെന്നുള്ള ദൈവിക പദ്ധതികൾ നടക്കേണ്ടതിനായിട്ട് വലിയ ഒരു കൊയ്ത്ത് മിസ്രൈമിൽ ദൈവം ഉണ്ടാക്കി. ഞാനൊന്ന് ആത്മാവിൽ കൈമാറട്ടെ. നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ നടത്തപ്പെടേണ്ടതിനായിട്ട് ദൈവം അസാധാരണമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കും. കേൾക്കുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരിക്കലും സാധ്യമല്ലെന്ന് പറയുന്ന ചില സാഹചര്യങ്ങൾ ദൈവം ക്രിയേറ്റ് ചെയ്യും, സൃഷ്ടിക്കും. അപ്പദം പരിശുദ്ധാത്മാവനോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടി സാഹചര്യങ്ങളെ ദൈവം സൃഷ്ടിക്കാൻ തുടങ്ങുന്നു. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. ഈ ദൂത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക ദൂത. സാഹചര്യങ്ങൾ, മാനുഷികമായ പരിമിതികളും മാനുഷികമായ സാഹചര്യങ്ങളും ക്യാൻസലായിട്ട് ദൈവീക സാഹചര്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഉണ്ടായി വരുന്നു. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് പറ്റും? നിങ്ങളുടെ മേലുള്ള ദൈവിക ദർശനം നിറവേറേണ്ടതിന് വേണ്ടി സാഹചര്യങ്ങളെ എൻ്റെ ദൈവം ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ എന്താ പറഞ്ഞേ? യോശുവയുടെ കാലഘട്ടത്തിൽ ഒരു കൂട്ടം ജനം ജയം അനുഭവിക്കേണ്ടതിന് മാത്രമായി ഒരു രാത്രി സൂര്യൻ അസ്തമിച്ചില്ല. എത്ര പേർക്ക് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു രാത്രി സൂര്യൻ അസ്തമിച്ചില്ല, ഒരു രാത്രി ഒരു ചന്ദ്രൻ ഉദിച്ചില്ല. നിന്റെ വീടിനകത്ത് ദൈവിക കരുതൽ വെളിപ്പെടേണ്ടതിനായിട്ട് എൻ്റെ ദൈവം സാഹചര്യങ്ങളെ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങൂ. എൻ്റെ ദൈവം സാഹചര്യങ്ങളെ തന്നെ പുതുതായിട്ട് സൃഷ്ടിച്ചു തുടങ്ങുന്നു. ആരാ പ്രാർത്ഥിക്കുന്നേ?
ഞാൻ ആത്മാവിലൊന്ന് പ്രവചന വേട് പോലെ പറയാം. നിങ്ങളുടെ ലൈഫിൽ ദൈവം പുതിയ ചില സാഹചര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നു. പുതിയ ചില, എങ്ങനെ ഇത് സാഹചര്യങ്ങൾ ഉളവാകും? അതിനി ഭൂകമ്പം വന്നാലും കാറ്റടിച്ചാലും നിന്റെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവീക പദ്ധതികൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തപ്പെടും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. യോസഫ് എന്ന പുരുഷന് വേണ്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു കന്യകയായ സഹോദരിയുടെ അടുക്കൽ ദൈവം തൻ്റെ ദൂതനെ അയക്കുക. എന്നിട്ട് പറയുന്ന പദം, ദൂതൻ അവളുടെ അടുക്കൽ അകത്തിയെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. 31-ാമത്തെ വാക്യത്തിൽ അവളുടെ മേലുള്ള പ്രോമിസ്, വാഗ്ദത്തം കൈമാറുക. ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. വിവാഹ നിശ്ചയം ചെയ്ത ഒരു സഹോദരിയോട് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുക, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. സാധാരണ നിലയിൽ എന്തോ ചിന്തിക്കുന്നേ? ഞങ്ങളുടെ വിവാഹ ജീവിതത്തിനൊരു അപ്രൂവലായി അല്ലേ? ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ടാകാൻ തുടങ്ങുന്നു, ഞങ്ങളുടെ ലൈഫ് ആരംഭിക്കാൻ തുടങ്ങുന്നു. ഇതല്ലേ സാധാരണ നിലയിൽ? കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു, വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു. ഈ വിവാഹം എന്ന ആ കർമ്മം നടന്നാൽ മതി. അന്നേരം പറയുന്നത്, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. എത്ര നല്ല ദൈവിക വാഗ്ദത്തം! ഒരു മകനെ പ്രസവിക്കും, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചനം, ഒരാലോചന. ആ സന്ദർഭത്തിൽ ആ സഹോദരി പറയുന്ന പദം, മറിയ പറയുന്ന പദം, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ ചോദിക്കാം, മറിയേ, നിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതല്ലേ? നീ വിവാഹത്തിലേക്ക് അടുത്തോണ്ടിരിക്കുകയല്ലേ? നിങ്ങളുടെ കുടുംബജീവിതത്തെ പറ്റിയോ നിങ്ങളുടെ ഭാവിയിലുള്ള നിങ്ങളുടെ ലൈഫിനെ പറ്റിയൊക്കെയായി പറയുന്നേ? അങ്ങനെ ചിന്തിക്കാമായിരുന്നില്ലേ? അല്ല, മറിയ തൻ്റെ സാധ്യതകളെ അല്പസമയത്തേക്ക് മറക്കുക. സാധ്യതകളെ മറന്നിട്ട് താൻ ഒരു മിനിറ്റിനകത്ത് പറയുക, പുരുഷനെ എനിക്കറിയില്ല, പുരുഷനെ എനിക്കറിയില്ല. ലിമാൻ റഖാലബാസംധരമന അദരമന രഗദന ശാന്തേ രഗദന. മാർത്തയും മറിയയും ലാസറിന്റെ കല്ലറയിലേക്ക് യേശുവും ഒന്നിച്ചു പോകുമ്പോൾ യേശു കർത്താവ് പറയുക, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. സാഹചര്യം വെച്ചുകൊണ്ട് മാർത്തയും മറിയയും പറയുന്ന മറുപടി, യെസ്, എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അതിപ്പോഴല്ല, ഒടുവിലത്തെ പുനരുത്ഥാനത്തിൽ. ഞാൻ പറയാം, സാധ്യതകൾ വെച്ച് അളക്കരുത്,
അസാധാരണമായൊരു പ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. മാർത്തേ, മറിയേ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾ പറയുന്നത് കർത്താവ് പറഞ്ഞതിൻ്റെ മറുപടിയല്ല, നിങ്ങളുടെ മേലുള്ള ദൈവിക വാഗ്ദത്തത്തിൻ്റെ മറുപടിയാ. നിന്നോടുള്ള ദൈവിക വാഗ്ദത്തം എന്താണ്? ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന്. ഒന്നാമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ ലൈഫിനകത്ത് യേശു കർത്താവ് മഹത്വപ്പെടേണ്ടതിന്, എൻ്റെ ജീവിതം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മഹത്വപ്പെടേണ്ടതിന്, എൻ്റെ ലൈഫ് കൊണ്ട് യേശു കർത്താവ് ഉയർത്തപ്പെടേണ്ടതിന്, എൻ്റെ ലൈഫിനകത്തൊരു മിറക്കിൾ സംഭവിക്കുന്നു. അതിനായിട്ട് ഞാൻ എൻ്റെ സാധ്യതകളെ മറക്കുവാൻ, എൻ്റെ സാഹചര്യത്തെ ഞാൻ ഇഗ്നോർ ചെയ്യുവാൻ. ഒരു മിനിറ്റ് ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങളുടെ മേലുള്ള വാഗ്ദത്തം വെളിപ്പെടുന്നത് ഒരിക്കലും സാഹചര്യം വെച്ചുകൊണ്ടല്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. നിങ്ങളുടെ വീടിനകത്ത് ആ ദൈവിക നിറവ് വെളിപ്പെടാൻ പോവുക. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ വാഗ്ദത്തവും പ്രോമിസുമായിട്ട് ഞാൻ കാണുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും വലിയ വാഗ്ദത്തം, എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ രക്ഷകൻ മഹത്വപ്പെടണം. യേശു ക്രിസ്തു എൻ്റെ ലൈഫിലൂടെ മഹത്വപ്പെടണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവിടെയുള്ള രാഷ്ട്രീയ, മത, സാമൂഹിക പരിഷ്കർത്താക്കൾ ഒരുമിച്ച് കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിച്ചത്? ഈ മനുഷ്യൻ കണ്ണ് കാണാത്തവനായി ജനിക്കാനുള്ള കാരണം എന്താ? ആര് ചെയ്ത പാപം? കർത്താവ് പറയുന്നത് ഇവൻ ചെയ്തതുമല്ല, ഇവന്റെ പേരൻസ് ചെയ്തതുമല്ല, ഇവനിലൊരു ദൈവപ്രവൃത്തി. ഇവനിലൂടെ ദൈവത്തിന് നാമം മഹത്വപ്പെടേണ്ടതിന്, യെസ്, നിങ്ങളിലൂടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, ഒരു വലിയ മഹത്വം ദൈവം നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ പോകും. മറിയ പറയാ, ഞാൻ പുരുഷനെ അറിയായികയാൽ ഒരു മിനിറ്റ് അവൾ അവളുടെ സാഹചര്യത്തെ മറന്നു. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായ അവളുടെ വിവാഹ ജീവിതം അവൾ മറന്നു. ഞാനൊന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ലൈഫ് സ്റ്റൈല് മറക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നെങ്കിൽ, അതിനെ ഒന്ന് അവഗണിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ, ഞാൻ ആത്മാവിൽ പ്രവചിക്കാം, നിങ്ങൾ അസാധാരണമായൊരു ദൈവശക്തിയെ ക്യാരി ചെയ്യാൻ, അസാധാരണമായൊരു ദൈവ മഹത്വത്തെ ചുമക്കാൻ
ഒരു മിനിറ്റത്തേക്ക് അവൾ മറന്നു, ഞാൻ പുരുഷനെ അറിയായികയാൽ. അവളുടെ വൈവാഹിക ജീവിതം അവൾ മറന്നു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് മോശ നിരസിച്ചു. എത്ര പേർക്ക് നിരസിക്കാൻ കഴിയും? എത്ര പേർക്ക് സാധ്യതകളെ അവഗണിക്കാൻ കഴിയും? ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം, ഇത് എങ്ങനെ സംഭവിക്കും? ഇത് എങ്ങനെ സംഭവിക്കും? ഒറ്റ ഉത്തരേ ഉള്ളൂ, ഹോളി സ്പിരിറ്റ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ നിഴലിടും. എന്തോ വലിയൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ കർത്താവ് ചെയ്യുന്നല്ലോ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ മേൽ വരും. ഇത് എങ്ങനെ സംഭവിക്കും? എങ്ങനെയാ ഇത് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ മേൽ പരിശുദ്ധയാത്മാവ് വരുമ്പോൾ അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ നിഴലിടുമ്പോൾ സാഹചര്യവും സാധ്യതകളും മുഴുവൻ പ്രതികൂലമാണെങ്കിലും സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. സാധ്യതകളെ മറക്കുക. ദൈവപ്രവർത്തിക്കായി ഒരുങ്ങുക. മറിയ പറയാ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. യോസഫിന്റെ മണവാട്ടി നല്ല പറഞ്ഞത്. യോസഫിന്റെ മണവാട്ടി നല്ല പറഞ്ഞത്, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. അവളുടെ വേൾഡ്ലി ലോകം അവൾ ഉപേക്ഷിച്ചു. അവള് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ദാസിയാ. നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൂടാരങ്ങളിൽ ഒരു മിറക്കിൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭൗതികമായ സന്തോഷത്തെ, അതിന്റെ സാധ്യതകളെ നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് മറക്ക്. എന്നിട്ട് പറ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോൾ മുതൽ അക്കന്യകയായ മറിയയുടെ ഉദരത്തിനകത്ത് ദൈവശക്തി പ്രവഹിക്കാൻ തുടങ്ങിയെങ്കിൽ ഞാൻ ആത്മാവിലൊന്ന് കൈമാറുകയാണ്. നിങ്ങളുടെ ലൈഫിൽ നാളിതുവരെ കാണാത്ത ചില ദൈവപ്രവർത്തികൾ, കന്യകയുടെ ഉദരത്തിനകത്ത് ഒരു മകൻ ഉരുവായി വന്നതുപോലെ ലൈഫിൽ ഒരിക്കലും നടക്കത്തില്ലെന്ന് കരുതുന്നത് ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി നടത്തിത്തരാൻ പോകുന്നു. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഓപ്പൺ ദ ഡോർ. കതകുകൾ തുറന്നിടുക. ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവിനെ സ്വീകരിക്കുക. പരിശുദ്ധയാത്മാവ് എൻ്റെ മേൽ വന്നാൽ എങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ പറയൂ, എൻ്റെ മേൽ ദൈവാത്മാവ് ഉള്ളതുകൊണ്ട് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ അപ്പുറമായി വലിയ കാര്യങ്ങൾ എൻ്റെ കണ്ണിൽ കാണാൻ കഴിയും.
മമ്രയുടെ തോപ്പിൽ വെച്ച് അബ്രഹാമിന് ഒരു ദൈവിക എൻകൗണ്ടർ നടക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം ചോദിക്കുക, വേഴ്സ് യുവർ വൈഫ്, എന്തിയാ നിന്റെ ഭാര്യയായ സാറ? അവൾ കൂടാരത്തിലുണ്ട്. അടുത്ത പദം, അടുത്ത വർഷം ഈ സമയത്ത് നിന്റെ ഭാര്യ സാറായുടെ മടിയിൽ ഒരു കുഞ്ഞുണ്ടാകും. സാറ ചിരിച്ചു. കാരണം അവളുടെ ശരീരം ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവസാനിച്ചു. പ്രിയമുള്ളവരെ, എൻ്റെ ദൈവം സാഹചര്യങ്ങൾ അവസാനിക്കാൻ, സാധ്യതകൾ അവസാനിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ ഇതുവരെ നടന്നില്ലേ? ചില സാധ്യതകൾ ഇല്ലാതാകാൻ, ദൈവനാമത്തിന് മാത്രം മഹത്വമുണ്ടാകാൻ, അല്ല യേശുവിന്റെ നാമം മഹത്വപ്പെടാൻ. ഓ ശബല റബ സാന്ദരമന അതരഗദരമന ഹദുര്യാദരബലം അതനാരകത്തേരിയാദല വൈഡംബരാദലരഗദല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അല്പസമയം അതരം തുറന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. പാനപാത്രവാഹകൻ ഓർത്താൽ എപ്പോ ഓർക്കും? നിനക്ക് വേണ്ടി ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് വേറെ ചില സാധ്യതകൾ, മനുഷ്യനാലല്ല ദൈവത്താലുള്ള ചില സാധ്യതകൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിലൊന്ന് പ്രവചിക്കുന്നു. ശുശ്രൂഷകരോട് മനുഷ്യരാലുള്ള സാധ്യതകളല്ല, ദൈവത്താലുള്ള ചില സാധ്യതകൾ ദൈവാത്മാവ് തുറക്കുക. ദൈവത്താലുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് തുറന്നുകൊണ്ടിരിക്കുക. ഒന്ന് പ്രാർത്ഥിക്കാമോ? ലൈവിൽ എന്നെ കേൾക്കുന്നവർ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. നാളിതുവരെ തുറക്കാതിരുന്നത്, സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയപ്പോൾ ദൈവം അവളോട് പറയുക, ഇനിയാണ് എൻ്റെ ടൈം. ചില ദൈവിക ദൂതുകൾ കേൾക്കുമ്പോൾ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോവും. അതിനുള്ള സാധ്യതകളില്ല, അതാ എൻ്റെ സത്യം. പക്ഷെ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയാണ്. പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾക്ക് വേണ്ടി ചില സാധ്യതകളെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുക്കുന്നു. എന്തോ പദം പിന്നെയും പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില സാധ്യതകൾ. പിതാവേ, ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി സാധാരണമായൊരു ദൈവമഹത്വം വെളിപ്പെടട്ടെ. ചില സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി വരട്ടെ. കാഴ്ചയാൽ കാണുന്ന സാഹചര്യങ്ങളല്ല, വിശ്വാസത്താലുള്ള ചില സാഹചര്യങ്ങൾ. ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവിക പദ്ധതികൾ. അങ്ങനെ നടക്കത്തില്ല. നമ്മൾ നമ്മുടെ പരിധിക്കകത്തും പരിമിതിക്കകത്തും നമ്മുടെ സാധ്യതകളും നോക്കി നമ്മുടെ കയ്യിലുള്ള ഒരു 15 സെന്റിമീറ്റർ ഉള്ള സ്കെയിൽ കൊണ്ട് അളക്കും. എൻ്റെ കർത്താവ് പറയുന്നത്, ഭൂമിയെ ചാണുകൊണ്ട് അളക്കുന്നവൻ.
എൻ്റെ ദൈവത്തിൻ്റെ സ്കെയില് വേറെയാണ്. എൻ്റെ ദൈവത്തിൻ്റെ ടേപ്പ് വേറെയാ. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ആ ദൈവിക പ്രസൻസിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ആത്മാവിലൊന്ന് പ്രവചിക്കട്ടെ. നിനക്ക് വേണ്ടി തുറക്കപ്പെടാത്ത ചിലത് സാധ്യതകൾ മുഴുവൻ അവസാനിക്കുമ്പോൾ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയതായിട്ട് സംതിങ് ന്യൂ പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് സാറാ കേട്ടതായി വാഗ്ദത്തം. അന്നൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പൊ ഡേറ്റ് സഹിതം വന്ന് ദൈവം ദൂന്ന് പറഞ്ഞപ്പോൾ അടുത്ത 1 വർഷത്തെ കാലാവധി കൊടുത്തപ്പോൾ അവൾ ചിരിക്കുകയാ. കാരണം ചിരിക്കാനുള്ളത് അവളുടെ ശരീരം. കാരണം അത് അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. സാറായിക്ക് മാത്രമേ അറിയത്തുള്ളൂ. സാറായിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിനക്ക് മാത്രം അറിയാവുന്ന നിന്റെ ചില ജീവിത രഹസ്യങ്ങളെ എന്റെ കർത്താവിനെ ക്യാൻസൽ ചെയ്യുക. സ്വീകരിച്ചു. സ്വീകരിച്ചു. നിന്റെ ശരീരം അതിന് യോഗ്യമല്ലെന്ന് നീ മാത്രം പറയുന്ന ചില കാര്യങ്ങൾ എന്റെ കർത്താവ് അതിനെ ഡിലീറ്റ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. പകരം മറ്റൊരു ശരീരം, എന്റെ കൂടെ ലൈവിലുള്ളവർ ജോയിൻ ചെയ്തു ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ ലൈഫിനകത്ത് അസാധാരണമായ സാഹചര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് കമന്റ് ചെയ്തു. അസാധാരണമായത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് തന്നെ ഒരു മിറക്കിളാകാൻ പോകുന്നു. എന്തിന്? യേശുവിന്റെ നാമം മഹത്വപ്പെടാൻ. നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് കൊണ്ട്. ഇതുവരെ നാട്ടുകാരൊക്കെ പറഞ്ഞല്ലേ ഇവനൊരു ശപിക്കപ്പെട്ടവനാ. എല്ലാരും പറഞ്ഞില്ലേ ഇവനൊരു ശപിക്കപ്പെട്ടവനാ. എന്താ ഇവന് മാത്രം വഴി തുറക്കാത്തത്? എന്താ ഇവന്റെ കുടുംബത്തിൽ എല്ലാവർക്കും കണ്ണ് കാണാം, ഇവന് മാത്രം എന്താ അന്ധത? ചോദിച്ചില്ലേ? ഇവന്റെ കുടുംബത്തിൽ മാത്രം എന്താ ഇത്ര ശാപം? എന്താ ഇവന്റെ കുടുംബത്തിൽ മാത്രം ജനനം നടക്കാത്തത്? ഞാനൊന്ന് പ്രവചിച്ചു തുടങ്ങട്ടെ. നിങ്ങളുടെ ലൈഫിൽ വർധനവുണ്ടാകാതെ അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന സകല പൈശാചിക ഇരുട്ടിന്റെ ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ബ്രേക്ക് ആകുന്നു. വിശ്വസിക്കുന്നെങ്കിൽ സ്വീകരിച്ചു. ഈ രാത്രി ഭയങ്കര മഹത്വം ഇതിനകത്ത് ചലിച്ചു തുടങ്ങുന്നു. കന്യകയായ മറിയയുടെ ഉദരം ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പുരുഷനെ അറിയാത്ത ഒരു സഹോദരിയുടെ ഉദരം പരിശുദ്ധാത്മാവിനാൽ ഒരു ജനനത്തിന് തയ്യാറായെങ്കിൽ നിന്റെ ലൈഫിനകത്ത് പരിശുദ്ധാത്മാവിനാൽ ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. നിന്റെ ഉദരത്തിനകത്ത് പരിശുദ്ധാത്മാവിനാൽ ചില ജനനങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയോ, സ്വീകരിച്ചു തുടങ്ങിയോ. ചില ജനനങ്ങൾ
നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല, അപ്രതീക്ഷിതമായ ഓ റബ സാന്തരമന ഖദരമന ഉഠലബറ തുര്യാദരമന രഗദരമന ശബലബറബ ലഖനം ജബല റാതുര്യാദര. പുതിയ സാധ്യതകൾ ക്രിയേറ്റ് ചെയ്തു വരുന്നു. ലൈവിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ലൈഫിനകത്ത് പരിശുദ്ധാത്മാവ് ക്ലിയറായി പ്രവർത്തിക്കാൻ പോകുന്നു. നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവാത്മാവ് ക്ലിയറായി കാണത്തക്ക നിലയിലുള്ള അത്ഭുതങ്ങൾ. വിവാഹം കഴിഞ്ഞിട്ടില്ല, ഒരുമിച്ച് ജീവിച്ചിട്ടില്ല, കന്യകയായ സഹോദരി ഗർഭം ധരിച്ചു തുടങ്ങി. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫിനകത്ത് അസാധാരണമായത് പരിശുദ്ധാത്മാവിനാൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. കർത്താവേ, എൻ്റെ ലൈഫിനകത്ത് അസാധാരണമായത് പരിശുദ്ധാത്മാവിനാൽ, മാനുഷികമായിട്ടല്ല. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, യേശു കർത്താവേ, എൻ്റെ ലൈഫിനകത്ത് അങ്ങയുടെ ആത്മാവിനാൽ അസാധാരണമായത് എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ച്. ഈ സമർപ്പണമല്ലേ ആ സഹോദരി പറഞ്ഞത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി. നമ്മളായിരുന്നേ പറഞ്ഞേനെ, ഇതാ ഞാൻ യോസഫിൻ്റെ മണവാട്ടിയെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പലരും പലരിൻ്റെയും മണവാട്ടിയാ. പറ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നെ ഭവിക്കട്ടെ, നിന്റെ ഹിതം പോലെ എന്നിൽ ഭവിക്കട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങ്. ലൈവിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരിലും പരിശുദ്ധാത്മാവ് ചലിക്കുന്നല്ലോ. കർത്താവെ, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. സാധ്യതകൾ തുറക്കപ്പെടട്ടെ, ദൈവിക സാധ്യതകൾ തുറക്കപ്പെടട്ടെ, മാനുഷിക സാധ്യതകൾ അടയട്ടെ. ഒരു 10 മിനിറ്റ് നേരത്തെ മാനുഷിക സാധ്യതകൾ അടയട്ടെ, ദൈവിക സാധ്യതകൾ തുറക്കട്ടെ. ഞാൻ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നിങ്ങൾ മെസ്സേജ് ഇടുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.